അതിമനോഹരമായിട്ടുള്ള ലക്ഷദ്വീപിൻ്റെ ചരിത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എന്താണ് ലക്ഷദ്വീപ്? എങ്ങനെയാണ് ലക്ഷദ്വീപ് പോർച്ചുഗീസുകാർ നേരിട്ടത്? ഇന്ന് കാണുന്ന ലക്ഷദ്വീപായിട്ട് എങ്ങനെയാണ് മാറിയത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണം മച്ചാമാരെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്തിൽ നിന്നും 200-440 കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ഒരു ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് സമൂഹം ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. വെറും 32 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ ദ്വീപ് സമൂഹത്തിൽ അതിമനോഹരമായ പവിഴപ്പുറ്റുകളാൽ നിറഞ്ഞ 32 ദ്വീപ് സമൂഹമാണുള്ളത്. ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത്, കേരളത്തിന് പടിഞ്ഞാറ്, മാലിദ്വീപുകൾക്ക് വടക്കായി അറബിക്കടലിലാണ് ഈ ദ്വീപ് സമൂഹങ്ങളുടെ സ്ഥാനം. കേരളത്തിലെ ജനങ്ങളുമായിട്ട് വംശീയ സാദൃശ്യമുള്ളവരുമാണ് ലക്ഷദ്വീപുകാർ. ഇവിടെ സംസാരിക്കുന്ന ഭാഷ ജസരി എന്നും ദ്വീപ് മലയാളം എന്നും പറയാറുണ്ട്. എന്നാൽ മിനിക്കോയ് ദ്വീപിൽ മാത്രം സമീപ രാജ്യമായ മാലിദ്വീപിലെ ഭാഷകളുമായി സാമ്യമുള്ള മഹൽ ഭാഷയാണ് സംസാരിക്കപ്പെടുന്നത്. ദ്വീപുകളിലെ 90% പേരും മുസ്ലിങ്ങളാണ്. ബാക്കി 10% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരുമാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ലക്ഷദ്വീപ് എന്താണെന്ന് മനസ്സിലായി കാണും. ഇനി നമുക്ക് ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിലോട്ട് പോവാം. കേരളത്തിലെ അവസാനത്തെ രാജാവായ ചേരമാൻ പെരുമാളിൻ്റെ കാലത്താണ് ഈ ദ്വീപുകളിൽ ആദ്യമായി താമസം തുടങ്ങിയത്. ഹിജ്റ വർഷം 41 ഇസ്ലാമിൻ്റെ ആവിർഭാവം ആരംഭിച്ചത് 7-ാം നൂറ്റാണ്ടിലാണ്. മക്കയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഉബൈദുള്ള എന്ന് പറഞ്ഞൊരു വ്യക്തി ഉറങ്ങിപ്പോയി. അങ്ങനെ ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ഒരു കപ്പൽ വഴി ദൂരെയുള്ള ഒരു യാത്രയ്ക്ക് അദ്ദേഹം പോകണമെന്നായിരുന്നു ആ സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടത്. അങ്ങനെ അദ്ദേഹം ജിദ്ദ വിട്ടുപോയി. പക്ഷേ മാസങ്ങളോളം കപ്പൽ യാത്ര ചെയ്ത ശേഷം ഈ ചെറിയ ദ്വീപുകൾക്ക് സമീപം ഒരു കൊടുങ്കാറ്റ് അദ്ദേഹത്തിൻ്റെ കപ്പൽ തകർക്കുകയുണ്ടായി. അങ്ങനെ ഒരു പലകയിൽ പൊങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹം അമിനി എന്ന് പറഞ്ഞൊരു ദ്വീപിലേക്ക് ഒഴുകിപ്പോയി. അങ്ങനെ വീണ്ടും അദ്ദേഹം ആ ഒരു ദ്വീപിൽ ഉറങ്ങിപ്പോയി. വീണ്ടും ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയുണ്ടായി. എന്തെന്നാൽ പ്രവാചകൻ ആ ദ്വീപിൽ ഇസ്ലാം പ്രചരിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതായിരുന്നു ആ സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടത്. അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം ആ ഒരു ദ്വീപിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് ദ്വീപ് മേധാവിയെ പ്രകോപിപ്പിക്കുകയും അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തോട് പുറത്തു പോകാൻ ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ ഉബൈദുള്ള തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുത്തിയില്ല. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനിടയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രണയം തുടങ്ങിയത്. അദ്ദേഹം ആ ഒരു ദ്വീപിൽ ഒരു യുവതിയെ കാണുകയും അവരുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ആ ഒരു സ്ത്രീക്ക് ഹമീദത്ത് ബി എന്ന് പേര് നൽകുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഇത് പക്ഷേ ദ്വീപ് മേധാവിയെ കൂടുതൽ വ്രണപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം ഉബൈദുള്ളയെ കൊല്ലാൻ തീരുമാനിക്കുകയും പ്രധാനിയും കൂട്ടാളികളും ഉബൈദുള്ളയെയും ഭാര്യയെയും കൊല്ലാൻ വളഞ്ഞതായും പറയപ്പെടുന്നു. ഉടനെ തന്നെ ഉബൈദുള്ള സർവശക്തനെ വിളിക്കുകയും ആളുകൾ അന്ധരായി എന്നും പറയപ്പെടുന്നു. ഈ സമയത്ത് വിശുദ്ധ ഉബൈദുള്ളയും അദ്ദേഹത്തിൻ്റെ പത്നിയും അപ്രത്യക്ഷമാവുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തതായി പറയപ്പെടുന്നു. അങ്ങനെ അമിനിയിൽ നിന്നും വിശുദ്ധ ഉബൈദുള്ള എത്തിയത് ആന്ത്രോത്ത് ദ്വീപിലായിരുന്നു. അവിടെ അദ്ദേഹത്തിന് സമാനമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നെങ്കിലും പക്ഷേ ഒടുവിൽ ആളുകളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം മറ്റു ദ്വീപുകളിലേക്ക് പോവുകയും വിജയകരമായി ഇസ്ലാം പ്രചരിപ്പിക്കുകയും ചെയ്തു. തിരിച്ച് ആന്ത്രോത്ത് ദ്വീപിൽ മടങ്ങിയെത്തിയ അദ്ദേഹം അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ആന്ത്രോത്ത് ദ്വീപുകാർ വിശുദ്ധ ഉബൈദുള്ളയെ അവിടെ അടക്കം ചെയ്യുകയും ഇന്നും ആ സ്ഥലം ദ്വീപുകാർ പുണ്യസ്ഥലമായി കാണുകയും ചെയ്യുന്നു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വരവ് ലാക്കദ്വീപ്സിനെ വീണ്ടും നാവികർക്കൊരു പ്രധാന സ്ഥലമാക്കി മാറ്റി. അതുതന്നെയായിരുന്നു ദ്വീപുകൾ കൊള്ളയടിക്കുന്നതിൻ്റെ തുടക്കവും. അന്ന് ദ്വീപുകളിൽ കയറുൽപ്പന്നം വളരെ പ്രശസ്തമായിരുന്നു. അങ്ങനെ പോർച്ചുഗീസുകാർ 16-ാം നൂറ്റാണ്ടിൽ കയറ് വാങ്ങാൻ നിർബന്ധിതരായി. അമിനി ദ്വീപിലോട്ടാണ് അവർ വന്ന് ഇറങ്ങിയത്. അങ്ങനെ ഇവരുടെ ശല്യം സഹിക്കവയ്യാതെ അന്നത്തെ അമിനി ദ്വീപുകാർ എല്ലാ ആക്രമണകാരികളെയും വിഷം നൽകി കൊന്നുവെന്ന് പറയപ്പെടുന്നു. ഇന്നും ആ ഒരു ചരിത്രം അമിനി ദ്വീപിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മുഴുവൻ ദ്വീപുകളും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തതിനു ശേഷവും പരമാധികാരം ചിറക്കൽ രാജാവിൻ്റെ കൈകളിൽ തന്നെ തുടരുകയായിരുന്നു. 16-ാം നൂറ്റാണ്ടിന് മധ്യത്തോടെ ദ്വീപിൻ്റെ ഭരണം കണ്ണൂരിലെ അറക്കൽ എന്ന മുസ്ലിം രാജവംശത്തിലേക്ക് കടന്നു.
എന്നാൽ അറക്കൽ ഭരണം അടിച്ചമർത്തുന്നതും അസഹനീയവുമായിരുന്നു. അങ്ങനെ 1783 ടെപ്പയോ അമിനിയിൽ നിന്നുള്ള ചില ദ്വീപ് നിവാസികൾ ധൈര്യത്തോടെ മംഗലാപുരത്തെ ടിപ്പു സുൽത്താൻ്റെ അടുത്തേക്ക് പോയി. അവർ അമിനി ദ്വീപ് സമൂഹത്തിൻ്റെ ഭരണം ഏറ്റെടുക്കാൻ അഭ്യർത്ഥിച്ചു. അക്കാലത്ത് ടിപ്പു സുൽത്താൻ അരക്കലിലെ ബീവിയുമായി സൗഹൃദത്തിലായിരുന്നതുകൊണ്ട് അങ്ങനെ ദ്വീപുകളുടെ ആധിപത്യം വിഭജിക്കപ്പെട്ടു. 5 ടിപ്പു സുൽത്താൻ്റെ ഭരണത്തിൽ കീഴിലും ബാക്കിയുള്ളവ അറക്കൽ രാജവംശത്തിൻ്റെ കീഴിലും തുടർന്നു. ഇനിയാണ് ബ്രിട്ടീഷുകാരുടെ വരവ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1799 സരിംഗപട്ടം യുദ്ധത്തിന് ശേഷം ദ്വീപുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് കൂടിച്ചേർക്കുകയും മംഗലാപുരത്തിൽ നിന്ന് ഭരിക്കുകയും ചെയ്തു. 1847 ആന്ത്രോത്ത് ദ്വീപിൽ ഒരു ശക്തമായ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരിതാശ്വാസ വിതരണം ചെയ്യുന്നതിനുമായി ചിറക്കൽ രാജാവ് ദ്വീപ് സന്ദർശിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥൻ സർ വില്യം റോബിൻസൺ അദ്ദേഹത്തോടൊപ്പം സ്വമേധയാ എത്തി. ആന്ത്രോത്തിൽ എത്തിയപ്പോൾ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ രാജാവിന് ബുദ്ധിമുട്ടായി. തുടർന്ന് സർ വില്യം രാജാവിന് വായ്പയുടെ രൂപത്തിൽ സഹായം വാഗ്ദാനം ചെയ്യുകയും ഇത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ഈ ക്രമീകരണം ഏകദേശം 4 വർഷത്തോളം തുടർന്നു. പക്ഷേ പലിശ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷുകാർ രാജാവിനോട് തിരിച്ചടിക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 1854 ശേഷിക്കുന്ന എല്ലാ ദ്വീപുകളും ഭരണത്തിനായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. അങ്ങനെ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നു. ഇന്ത്യയിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച രാഷ്ട്രീയ കൃത്രിമത്വങ്ങളുടെയും രീതികളുടെയും വ്യക്തമായ ഉദാഹരണമാണ് ദ്വീപുകളുടെ നിയന്ത്രണം. ബ്രിട്ടീഷുകാർ അതിൻ്റെ പരമ്പരാഗത ഭരണ സംവിധാനത്തെ ദുർഭരണമായി കണക്കാക്കി. എന്നാൽ ദ്വീപുകളുടെ നല്ല സർക്കാരിനേക്കാൾ സ്വന്തം രാഷ്ട്രീയ സാമ്പത്തിക താൽപ്പര്യങ്ങളിലാണ് അവർക്ക് കൂടുതൽ താൽപ്പര്യം. ദ്വീപുകളുടെ ഭരണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ബീബി വഴി ദ്വീപുകളിൽ നിന്നുള്ള ലാഭം ചൂഷണം ചെയ്യുക എന്നതായിരുന്നു അവരുടെ നയം. പിന്നീട് ബ്രിട്ടീഷുകാർ 1912 ലക്ഷദ്വീപ് റെഗുലേഷൻ കൊണ്ടുവന്നു. ഇത് ദ്വീപുകളിലെ അമീന്മാർക്കും കരണികൾക്കും പരിമിതമായ ജുഡീഷ്യൽ മജിസ്റ്റീരിയൽ പദവി നൽകുന്നു. മുകളിൽ പറഞ്ഞ നിയന്ത്രണത്തിലൂടെ പുറത്തു നിന്നുള്ളവരെ നിയന്ത്രിക്കുന്നതിനുള്ള ന്യായമായ നിയന്ത്രണവും പ്രാബല്യത്തിൽ വന്നു. കൊളോണിയൽ ഭരണകാലത്ത് ദ്വീപുകളിൽ 9 പ്രൈമറി സ്കൂളുകളും കുറച്ച് ഡിസ്പെൻസറികളും ആരംഭിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം 1956 നവംബർ 1 ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശമായി രൂപീകൃതമായി. 1973 ലക്ഷദ്വീപ് എന്ന പേരിൽ ഇത് അറിയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ലക്ഷദ്വീപിൻ്റെ ചരിത്രം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചരിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.